സബ്മിറ്റ് പോണ്ടേ? വേഗം ഡ്രസ് ചെയ്യൂ. എന്താ ഞാൻ വരണോ? വരാനല്ലേ ഡ്രസ് ചെയ്യാൻ പറഞ്ഞത്? ദയവായി എന്നെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എനിക്ക് അവരോടൊപ്പം സംസാരിക്കാനോ പെരുമാറാനോ. വീട്ടുജോലിക്കല്ല നിന്നെ ഞാൻ വിവാഹം കഴിച്ചത്. അണിഞ്ഞൊരുങ്ങി ഇവിടെ ഇരിക്കാനുമല്ല. എന്റെ സൊസൈറ്റിയിൽ പ്രമീല ആരുമല്ല. നീ മിസ്സിസ് വിശ്വനാഥനാണ്. മനസ്സിലായോ? 2 മിനിറ്റ്, ഉടനെ ഡ്രസ് ചെയ്തോണ്ട് വരാം. ആവശ്യമില്ല. വീട്ടിലേക്ക് പോയിക്കോ. ഹലോ സർ. ഹായ് വിശ്വം, എന്താ മിസ്സസ് വന്നില്ലേ? അവർക്ക് നല്ല സുഖമില്ല. വിശ്വം അവിടെ ഗുഡ് ഈവനിങ് സർ. ഹലോ ഡോക്ടർ. ഹലോ. സാറും തനിച്ചേ ഉള്ളൂ. മിസ്സസ് വന്നില്ലേ? മിസ്സസ് കൊണ്ടുവന്നില്ല. ബാലേന്ദ്രൻ, ഐ തിങ്ക് ഐ മേഡ് എ മിസ്റ്റേക്ക്. ഈ വിവാഹം വേണ്ടിയിരുന്നില്ല. ബാലേട്ടൻ എന്ത് പറ്റി? ഇന്ന് ക്ലബിൽ നിന്ന് വന്നപ്പോഴേ മൂഡ് ഔട്ട് ആണല്ലോ. ഒന്നുമില്ല, എനിക്കൊന്നും നല്ല വിശപ്പില്ല. വല്ല അസുഖമുണ്ടോ? അറിഞ്ഞൂടാ. എന്ത് പറ്റി ബാലേട്ട? എന്താണ് അസുഖം എന്ന് പറയൂ. എനിക്കൊരു അസുഖമില്ല മണി. അല്ല, എന്തോ ഉണ്ട്. എന്നോട് പറയില്ലേ? ബാലേട്ടന്റെ മുഖം ഞാൻ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല. എന്താ പറയൂ. എനിക്കൊന്നുമില്ല മണി. ഇത് വലിയ കഷ്ടമായല്ലോ. പറയില്ലല്ലേ? എനിക്കൊന്നുമില്ല കുട്ടി. നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ കിടന്നാ പറ്റില്ലല്ലോ. ഞാൻ കിടക്കുന്നില്ല. നീ എനിക്കൊരു അല്പം സ്വൈര്യം തരൂ. ഇല്ല, തരില്ല. പ്രമീളെ, ഞാൻ ഉറങ്ങിപ്പോയി. വരൂ, ഊണ് കഴിക്കാം. ഞാൻ കഴിച്ചു.
വാട്ട് ഈസ് ദിസ്? നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ഒന്നും ഇതിൽ വന്നില്ലല്ലോ. വേർ ആർ ദോസ് നോട്ട്സ്? ആ, അലഹബാദ് ഹൈക്കോടതിയിലെ ഈ റൂളിംഗ് എന്താ മിസ് ചെയ്തത്? മറന്നുപോയതാണ്. വാട്ട്സ് റോങ് വിത്ത് യു ബാലേന്ദ്രൻ? കുറെ നാളെ ഞാൻ കാണുന്നു ഇഷ്ടപ്പെട്ടു. ഹലോ, ഞാനാണ്. അമ്മണിക്ക് സുഖമില്ലെന്നറിഞ്ഞു. ഞാൻ അവളെ ഒന്ന് കാണാൻ പറ്റോട്ടെ? ആ, കാർ അയച്ചേക്കാം. അമ്മണിക്ക് എന്താണ് അസുഖം? അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല. അമ്മണി, എന്താണ് അസുഖം? വരൂ ചേച്ചി. എന്താ ഒന്നും മിണ്ടാത്ത? അമ്മണി, അമ്മണി, എന്താണ്? പറയൂ അമ്മണി. എനിക്കിനി സഹിക്കാൻ വയ്യ ചേച്ചി. എന്ത് സംഭവിച്ചു? ഞാൻ ബാലേട്ടന്റെ മുറപ്പെണ്ണാണ്. ചെറുപ്പം മുതലേ ഞാൻ സ്നേഹിച്ചതാണ്, എന്റെ ജീവനെ പോലെ. എന്നിട്ടിപ്പോ നേരെ സംസാരിക്കാറേയില്ല. എന്തു പറഞ്ഞാലും ദേഷ്യമാ. എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ബാലേട്ടന് ഇപ്പൊ എന്നോട് സ്നേഹമേ ഇല്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി. കൊച്ചമ്മേ, ദേ അവൻ വന്ന് നിൽക്കുന്നു. ആര്? സാറിന്നാളെ വഴക്ക് പറഞ്ഞു വിട്ടില്ലേ അവൻ. ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറ. എനിക്കാരുമില്ല ചേച്ചി എന്റെ സങ്കടം പറയാൻ. എനിക്ക് തീർച്ചയാ ബാലേട്ടന്റെ മനസ്സിൽ മറ്റാരും ഉണ്ട്. ഞാനിനി എങ്ങനെ ജീവിക്കണം? ചേച്ചിയിലാ പോയത്. എന്തൊരു ഗമേല. നീ അറിയോ അവരെ? അറിയുമോന്നു? വൈക്കത്തല്ലേ വീട്. ചേട്ടൻ വക്കീൽ പണിക്ക് പോയപ്പോ നമ്മുടെ പ്രമിള ചേച്ചിയുടെ വീട്ടിൽ മറ്റൊക്കെയല്ലേ താമസിച്ചത്. അതന്നെ, ചേട്ടൻ ഈ ചേച്ചി നമ്മൾ വലിയ ലപ്പല്ലായിരുന്ന. അവരവര് കല്യാണം കഴിക്കാൻ വരെ പോയതാന്നേ. പ്രമീലെ, അമ്മണിക്ക് എന്താണ് അസുഖം? എനിക്ക് നിങ്ങളോട് അല്പം സംസാരിക്കാനുണ്ട്. അമ്മണി പാവമാണ്. അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവളെ വേദനിപ്പിക്കരുത്. എനിക്കറിയാം പ്രമീലെ, അവൾ വേദനിക്കുന്നുണ്ടെന്ന്. ഞാൻ നഷ്ടപ്പെടുത്തിയ നിന്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എല്ലാം മറന്നു. സ്വർണ്ണക്കൂട്ടിൽ അടയ്ക്കപ്പെട്ട കിളിയെ പോലെ നീ ആ വീട്ടിൽ കഴിയുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല.
അമ്മയുടെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ എന്ന ചിന്ത എന്നെ അതിലേറെ വിഷമിക്കുന്നു. ഇപ്പോൾ എന്റെ മനസ്സ് നിറയെ നീയാണ്. ആ മനസ്സുകൊണ്ട് എനിക്ക് അമ്മയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ പ്രമീള. മിസ്റ്റർ ബാലചന്ദ്രൻ, ഞാൻ ഇന്നലെ അയാളുടെ ഭാര്യയാണ്. സ്വർണ്ണക്കൂട്ടിലല്ല, ശരപഞ്ചരത്തിലായാലും ഞാൻ അവിടെ ജീവിക്കേണ്ടവളാണ്. എന്റെ വേദന ഞാൻ അനുഭവിച്ചോളാം. അതിന് എനിക്കൊരു പങ്കുകാരന്റെ ആവശ്യമില്ല. പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി എന്റെ അടുത്തേക്ക് വരരുത്.